أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله وكفى وسلام على عباده الذين اصطفى ما بعد അല്ലാഹു നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷവും സമാധാനവും റാഹത്തും നൽകട്ടെ. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. ദുആ വസിയത്ത് ചെയ്ത ധാരാളം സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. അല്ലാഹു എല്ലാവരുടെയും ആഗ്രഹങ്ങളെ സഫലമാക്കട്ടെ, വിഷമങ്ങളെ മാറ്റിത്തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, വളരെ പ്രധാനപ്പെട്ട അത്ഭുതകരമായ വിശുദ്ധമായ ഖുർആനിലെ 4 ആയത്തുകൾ ഇൻഷാ അല്ലാഹ് നമ്മൾ പരിചയപ്പെടുകയാണ്. വിശുദ്ധമായ ഖുർആനിൽ നമുക്കറിയാം 6666ഓളം ആയത്തുകളുണ്ട് ഏകദേശം. അതുപോലെ തന്നെ 114ഓളം സൂറത്തുകളുണ്ട്. സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് തുടങ്ങി സൂറത്തുൽ നാസിൽ അവസാനിക്കുന്ന നമ്മളൊക്കെ മനസ്സിലാക്കിയവരാണ്. ചില ആയത്തുകൾക്ക് ചില ആയത്തിനേക്കാൾ മഹത്വമുണ്ട്, ചില സൂറത്തുകൾക്ക് ചില സൂറത്തുകളേക്കാൾ മഹത്വമുണ്ട്. ഫല്ലല്ലാഹു ബഅദഹും അലാ ബഅദ്. വിശുദ്ധമായ ഖുർആൻ പറഞ്ഞതുപോലെ ചിലർക്ക് ചിലതിനേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്വം കൊടുത്തു. അത് ദിവസങ്ങളിലുണ്ട്. ചില ദിവസങ്ങളേക്കാൾ മറ്റു ചില ദിവസങ്ങൾക്ക് അല്ലാഹു മഹത്വം കൊടുത്തിട്ടുണ്ട്. ചില മാസങ്ങളേക്കാൾ മറ്റു ചില മാസങ്ങൾക്ക് അല്ലാഹു മഹത്വം കൊടുത്തിട്ടുണ്ട്. ചില സ്ഥലങ്ങളേക്കാൾ മറ്റു സ്ഥലങ്ങൾക്ക് അല്ലാഹു മഹത്വം കൊടുത്തിട്ടുണ്ട്. ചില വ്യക്തികളേക്കാൾ മറ്റു വ്യക്തികൾക്ക് അല്ലാഹു മഹത്വം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നോക്കിയാൽ എത്രത്തോളം എന്നാൽ കല്ലുകൾ, ചില കല്ലുകളേക്കാൾ മറ്റുള്ള കല്ലുകൾക്ക് വരെ അല്ലാഹു മഹത്വം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ചില പഴങ്ങളേക്കാൾ മറ്റുള്ള പഴങ്ങൾക്ക് എണ്ണി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. എന്നതുപോലെ ചില സൂറത്തുകൾക്ക് മറ്റു ചില സൂറത്തുകളേക്കാൾ മഹത്വമുണ്ട്. നമുക്കറിയാം സൂറത്തുൽ ഫാത്തിഹ, സൂറത്ത് യാസീൻ, സൂറത്തുൽ മുൽക്ക് പ്രത്യേക മഹത്വമുള്ള സൂറത്തുകളാണ്. അതുപോലെ ചില ആയത്തുകൾക്ക് മറ്റു ചില ആയത്തുകളേക്കാൾ മഹത്വമുണ്ട്. ആയത്തുൽ കുർസി ഖുർആനിലെ 6666ഓളം വരുന്ന ആയത്തുകളുടെ നേതാവാണ് ആയത്തുൽ കുർസി. ആമന റസൂൽ മഹത്വമുള്ള ആയത്താണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില സൂറത്തുകൾക്ക് ചില സൂറത്തുകളേക്കാളും ചില ആയത്തുകൾക്ക് ചില ആയത്തുകളേക്കാളും മഹത്വം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് മഹത്തായ ചില ആയത്തുകൾ പലപ്പോഴും നമ്മൾ പരിചയപ്പെടാറുള്ളത് പോലെ ഇന്ന് അത്ഭുതകരമായ ഒരു 4 ആയത്ത് ഇൻഷാ അല്ലാഹ് നമ്മൾ പരിചയപ്പെടുകയാണ്. അള്ളാഹു പഠിക്കാൻ തൗഫീക്ക് തരട്ടെ, അള്ളാഹു പകർത്താൻ തൗഫീക്ക് തരട്ടെ, ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീക്ക് തരട്ടെ, ഇതിൻ്റെ മഹത്വം മറ്റുള്ളവരിലേക്ക് കൂടി എത്തിച്ചു കൊടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ ഇൻഷാ അല്ലാഹ്. ഈ 4 ആയത്തുകൾ ഏതാണെന്ന് നമ്മൾ പറയുന്നതിന് മുമ്പ് ഈ ആയത്തിൻ്റെ ഏതാനും ചില മഹത്വങ്ങൾ നമ്മൾ പറയുകയാണ്. അത്ഭുതകരമായ മഹത്വമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത്. ഉന്നതമായ നേട്ടമാണ്, ഉന്നതമായ പ്രതിഫലമാണ് ഇൻഷാ അല്ലാഹ്. ഒന്നാമത്തെ മഹത്വം എന്നുള്ളത്, ഈ 4 ആയത്തുകൾ ഒരാൾ രാവിലെ ഓതിയാൽ, സുബഹി നമസ്കാരം കഴിഞ്ഞ് ഓതിയാൽ വൈകുന്നേരം വരെ, അതുപോലെ വൈകുന്നേരം ഒരാൾ ഓതിയാൽ മഗ്രിബ് നമസ്കാരത്തിന് ശേഷം ഓതിയാൽ പിറ്റേ ദിവസം സുബഹി വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സംരക്ഷണത്തിന് വേണ്ടി 70,000 മലക്കുകളെ അല്ലാഹു നിയമിക്കുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ആലോചിച്ചു, 70,000 മലക്കുകൾ നമ്മുടെ സംരക്ഷണത്തിനുണ്ടെങ്കിൽ, നമ്മുടെ പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ എന്താണ് പേടിക്കാനുള്ളത്? 70,000 മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി അല്ലാഹു നൽകുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതെ എത്രയോ അപകടങ്ങൾ നമ്മൾ പോലും അറിയാതെ തെന്നി മാറുന്നുണ്ട്. ഒരുപാട് മുസീബത്തുകൾ, ഒരുപാട് പരീക്ഷണങ്ങൾ, ഒരുപാട് രോഗങ്ങൾ, ഒരുപാട് അപകടങ്ങൾ ശാരീരികമായി, മാനസികമായി, ഭൗതികപരമായി, ആത്മീയമായി പലതും സംഭവിക്കുന്നുണ്ട്. പലതും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകമായ കാവല് കൊണ്ട്, അല്ലാഹുവിന്റെ മലക്കുകളുടെ കാവല് കൊണ്ടൊക്കെ നീങ്ങിപ്പോവുകയാണ്. നമ്മൾ ചൊല്ലുന്ന അദ്കാറുകളുടെ, നമ്മൾ ചൊല്ലുന്ന സൂറത്തുകളുടെ, നമ്മൾ ഓതുന്ന ഖുർആനിന്റെ, നമ്മൾ നിർവഹിക്കുന്ന നമസ്കാരത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സംരക്ഷണം നൽകുമാറാകട്ടെ. അത്തരത്തിൽ അല്ലാഹുവിന്റെ മലക്കുകളുടെ 70,000 മലക്കുകളുടെ സംരക്ഷണം നമുക്ക് ലഭിക്കാൻ രാവിലെ സുബഹി നിസ്കാര ശേഷം 4 പ്രാവശ്യം ഈ ആയത്ത് ഓതിയാൽ മതി. ചെറിയ ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയുന്നുണ്ട്, നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. വൈകുന്നേരം വരെ അല്ലാഹുവിന്റെ 70,000 മലക്കുകളുടെ സംരക്ഷണം നമുക്ക് ലഭിക്കും. വൈകുന്നേരം ഓതിയാൽ പിറ്റേ ദിവസം രാവിലെ വരെയും അല്ലാഹുവിന്റെ ഈ മലക്കുകളുടെ സംരക്ഷണം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രത്യേകത, ഈ 4 ആയത്തുകളുണ്ടല്ലോ, അള്ളാഹുവിന്റെ ജിന്നുകൾ ഓതാൻ വലിയ താല്പര്യം കാണിച്ചിരുന്നു എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ ജിന്നുകളിൽ മുസ്ലിമീങ്ങളുണ്ട്, ജിന്നുകളിലെ കാഫിരീങ്ങളുണ്ട്, ജിന്നുകളിൽ ഔലിയാക്കളുണ്ട്. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ മന്ത്രിമാരാകുന്ന ജിന്നുകളിൽപ്പെട്ട ഔലിയാക്കളുടെ പേരൊക്കെ പരിശുദ്ധമായ കുത്തുബിയത്ത് തുടങ്ങുന്നതിന് മുമ്പൊക്കെ നമ്മൾ ചൊല്ലാറുണ്ട്. ഷംഹൂറഷ്, സൗബിയത്ത്, ഹഷ്തഷ്, ലഹ്കൂഷ്, അഹ്മർ, ഷൗആൽ, കഷ്കഷ്, ലൈഊഷ്, ബർക്കാൻ, വഹദ്ലയാജ്
ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് പേരുകൾ ഖുത്ബിയത്ത് ചൊല്ലി ശീലിച്ച ആളുകൾക്കൊക്കെ കേട്ട് പരിചയമുണ്ടാകും. അപ്പോൾ ജിന്നുകളിൽ കാഫിര്യങ്ങളുണ്ട്, ജിന്നുകളിൽ മുസ്ലിമീങ്ങളുണ്ട്, ജിന്നുകളിൽ ഔലിയാക്കളുണ്ട്. അള്ളാഹുവിൻ്റെ ജിന്നുകൾ, മുസ്ലിമീങ്ങളായ ജിന്നുകൾ വരെ ഓതാൻ താല്പര്യം കാണിക്കുന്ന അത്ഭുതകരമായ ആയത്തുകളാണ് ഈ 4 ആയത്തുകൾ എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രത്യേകത. മൂന്നാമത്തെ പ്രത്യേകത അള്ളാഹുവിൻ്റെ മലക്കുകൾ ഓതാൻ താല്പര്യം കാണിക്കുന്നു എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഉന്നതന്മാരാകുന്ന പ്രകാശം കൊണ്ട് പടക്കപ്പെട്ട പാപം ചെയ്യാത്ത അള്ളാഹുവിൻ്റെ മലക്കുകൾ, ആ മലക്കുകൾ വരെ ഓതാൻ താല്പര്യം കാണിക്കുന്ന ആയത്തുകളാണ് എന്നുള്ളതാണ്. നാലാമത്തെ പ്രത്യേകത, ഈ ആയത്ത് ഓതിയ ദിവസം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ, അന്നത്തെ ദിവസം അവന്റെ റൂഹിനെ അള്ളാഹു പിടിച്ചു കഴിഞ്ഞാൽ മാത്ത ഷഹീദൻ, അവൻ ഷഹീദിന്റെ പ്രതിഫലത്തോടെയാണ് മരിക്കുന്നത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. അഞ്ചാമത്തെ പ്രത്യേകത അള്ളാഹുവിന്റെ മലക്കുകളുടെ പ്രാർത്ഥന ഇത് ചൊല്ലുന്നയാൾക്ക് അള്ളാഹു നൽകും എന്ന് മഹത്തുക്കൾ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. ആറാമത്തെ പ്രത്യേകത എന്നുള്ളത് ഇത് ചൊല്ലുന്ന മനുഷ്യന്, ഈ ആയത്ത് എല്ലാ ദിവസവും ചൊല്ലി വരുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ അള്ളാഹു സുബ്ഹാനഹു വ തആല റാഫി ആക്കും എന്നുള്ളതാണ്. ഉന്നത സ്ഥാനം എല്ലാ വിഷയങ്ങളിലും, സാമ്പത്തികമായ വിഷയങ്ങളിൽ, സാമൂഹികപരമായ വിഷയങ്ങളിൽ, മതപരമായ വിഷയങ്ങളിലൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ഉയർച്ച അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും എന്നുള്ളതാണ്. ഏഴാമത്തെ പ്രത്യേകത എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് പതിവാക്കുന്നവന് ആഖിറത്തിൽ ആമിനൻ, അള്ളാഹു സുരക്ഷിതത്വം, നിർഭയത്വം അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും എന്നുള്ളതാണ്. ഹിസാബിൽ നിന്ന്, പരലോകത്തിന്റെ ഭയാനകതയിൽ നിന്ന് ഒരു ചാണുമുകളിൽ സൂര്യൻ ഉദിക്കുമ്പോൾ, കത്തിജ്വലിക്കുന്ന സൂര്യന്റെ താഴെ മനുഷ്യൻ നിൽക്കുമ്പോൾ, ചെമ്പിന്റെ തറയിൽ നിൽക്കുമ്പോൾ, വിയർപ്പിൽ മുങ്ങിക്കുളിക്കുമ്പോൾ, ഭയാനകമായ ശിക്ഷകളിൽ നിന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിർഭയത്വം, സുരക്ഷിതത്വം അള്ളാഹു കൊടുക്കും എന്നുള്ളതാണ്. എട്ടാമത്തെ പ്രത്യേകത എന്നുള്ളത് ഈ ആയത്ത് പതിവാക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ എല്ലാ മുഅ്മിനീങ്ങളുടെയും അതുപോലെ എല്ലാ മുഅ്മിനാത്തുകളുടെയും പൊരുത്തം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും എന്നുള്ളതാണ്. ഒമ്പതാമത്തെ പ്രത്യേകത എന്നുള്ളത് ഈ ആയത്ത് പതിവാക്കി ചൊല്ലുന്ന മനുഷ്യൻ, അവന് വേണ്ടി എല്ലാ ജീവികളും, എത്രത്തോളം എന്നാൽ ആഴക്കടലിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ചെറിയ മത്സ്യക്കുഞ്ഞുങ്ങൾ വരെ, മാളത്തിൽ കരിമ്പാറയുടെ മുകളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന, മാളങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന കരിമ്പാറക്ക് മുകളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കട്ടുറുമ്പുകൾ വരെ, കുഞ്ഞുറുമ്പുകൾ വരെ ഈ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കും എന്നുള്ളതാണ് ഒമ്പതാമത്തെ പ്രത്യേകത. പത്താമത്തെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ ആയത്തുകൾ, ഈ 4 ആയത്തുകൾ ഓതിയിട്ട് ഒരാൾ എന്ത് ചോദിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആവശ്യങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കും എന്നുള്ളതാണ്. ഏതാണ് ആയത്തെന്നറിയോ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഹശറിന്റെ അവസാനത്തെ 4 ആയത്തുകളാണ്. നമുക്കറിയാം ഈ 4 ആയത്തിന്റെ പ്രത്യേകതകളെ. ഇതിൽ പരിശുദ്ധമായ ഇസ്മുൽ ആദം ഉണ്ട് എന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഇസ്മുൽ ആദം ഈ അത്ഭുതകരമായ ആയത്തുകളിൽ ഉണ്ട് എന്നാണ് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുന്നത്. അതുകൊണ്ട് ഈ ആയത്ത് ഓതിയിട്ട് എന്ത് നമ്മൾ അള്ളാഹുവോട് ചോദിച്ചാലും അള്ളാഹു നമുക്ക് ഉത്തരം നൽകും എന്നുള്ളതാണ്. ഈ ആയത്ത് നമ്മൾ ഓതുമ്പോൾ ഇൻഷാ അല്ലാഹ് അതിന്റെ മുമ്പുള്ള അഊദും ബിസ്മിയും നമ്മൾ ഓതുമ്പോൾ ഇങ്ങനെ ഓതണം: അഊദു ബില്ലാഹി സമീഇൽ അലീം മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലൗ أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم സദഖല്ലാഹു മൗലാന അൽ-അലിയ്യുൽ അദീം. സൂറത്തുൽ ഹശറിന്റെ അവസാനത്തെ ഈ 4 ആയത്തുകൾ ഇൻഷാ അല്ലാഹ് നമ്മൾ പതിവാക്കുക, നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. എല്ലാ ദിവസവും ഓതുന്ന സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. ഒരുപാട് നേട്ടങ്ങളുണ്ട്. 10 നേട്ടങ്ങൾ മാത്രം നമ്മൾ എണ്ണി പറഞ്ഞു എന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 4 ആയത്തുകളുടെ മഹത്വം മനസ്സിലാക്കാനും നമ്മുടെ ആവശ്യ പൂർത്തീകരണത്തിനും അല്ലാഹുവിന്റെ മലായികത്തിന്റെ സംരക്ഷണം നമുക്ക് ലഭിക്കാനും മറ്റു ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കാൻ
നേടിയെടുക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് കൊണ്ട് അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.